അതിഥിയുടെ വിശേഷം പറഞ്ഞേ, താങ്കൾ ഫിലിമിലേക്ക് വന്നതും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ മോഡലിംഗ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്, ആഡ് ഫിലിമൊക്കെ. പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഓഡീഷനൊക്കെ പോയിരുന്നു മൂവിയുടെ. കോളേജ് കഴിഞ്ഞിട്ട് പോയത്. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്കും ആഗ്രഹമായിരുന്നു സിനിമ. ഞാനും ഈ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തെ സിനിമകളാണ് കണ്ടു വളർന്നിട്ടുള്ളത്. അനിൽ ചേച്ചിയുടെയും ശോഭന മാമിന്റെ അങ്ങനെ കുറെ പേരുടെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം കാണുമ്പോൾ. നല്ല രസമുണ്ട് എല്ലാവരും കാണാൻ, നല്ല ഭംഗിയും നല്ല രസമുള്ളൊരു സംഭവം. തിയേറ്ററിലൊക്കെ പോയി കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കൗതുകം. അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഓഡീഷനൊക്കെ പോയി അങ്ങനെ വന്നതാണ് സിനിമയിൽ ഫസ്റ്റ് പ്രൊഫഷണലി പോയി. അതെ. ഞാൻ ആഡ് ഫിലിം കഴിഞ്ഞ് അതിലൂടെ ഓഡിഷൻ പിന്നെ പോയി. പിന്നെയാണ് ഫസ്റ്റ് അലമാര എന്ന് പറഞ്ഞ സിനിമ മിഥുൻ മാനുവൽ തോമസ് ഹീറോയിനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്തത്. രഞ്ജിയേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അതെ, എന്റെ ഫാദർ ഇൻ ലോ ആയിട്ടാണ് സണ്ണി ആയിരുന്നു അതില് ലീഡ് ചെയ്തിരുന്നത്. അത് അലമാര. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ച് സിനിമകൾ ഇവരെല്ലാം ചെയ്തോ. മറ്റേ മോഡലിംഗ് വല്ലതും ചെയ്തോ? ഇപ്പോഴും ഇടയ്ക്ക് ആഡ് ഫിലിം ചെയ്യുന്നുണ്ട്. മോഡലിംഗ്, ആഡ് ഫിലിം, TVC അങ്ങനത്തെ ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ് പിന്നെയാണ് 10ാം വളവിലേക്കൊക്കെ വരുന്നത്. അതിഥിയെ കണ്ടെത്തി അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതൊരു ഹെവി ക്യാരക്ടറാണ്. 10ാം വളവിൽ. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ അമ്മയുടെ അഭിനയിച്ചില്ലായിരുന്നു. അറിയാലോ, ഈ നായികമാരൊക്കെ ചെന്നിട്ട് ഒരു 5-6 വയസ്സുള്ള കുട്ടിയുടെ അമ്മയെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ചേട്ടാ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം. ഞാൻ ഇതിന് മുന്നേ കുറെ ആർട്ടിസ്റ്റുകളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അയ്യോ ചേട്ടാ ഇത് ഇത്ര കുട്ടിയുടെ അമ്മയായിട്ടൊക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിഥിയുടെ ഞാൻ കഥ പറയാൻ പോകുന്നതിന് മുന്നേ സുരാജ് ചേട്ടനായിട്ട് അതിഥി ഓൾറെഡി ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തോ ഒരു സമയത്ത് നിർത്തി വെച്ചേക്കെന്തോ ആയിരുന്നു. സുരാജേട്ടൻ എന്നോടും പത്മകുമാർ സാറും പറയുന്നത് ഇങ്ങനെ അതിഥി രവി എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം അതിഥി എനിക്കറിയാം, നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ പപ്പേനോട് പറഞ്ഞത്, പപ്പേട്ട ഇവിടെ ഇപ്പം നമ്മൾ ഈ കണ്ട ഒരു ആർട്ടിസ്റ്റുകളും കുട്ടിയുടെ ഇതൊക്കെ ഹീറോയിനായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരിക്കലും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമ്പോൾ എന്നോട് പപ്പേട്ടൻ പറഞ്ഞാൽ എന്നാ പിന്നെ നീ പോയി കഥ പറഞ്ഞു വിളിച്ചതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കഥ പറയാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതിഥി ഒറ്റ സിറ്റിംഗ് ഇരുന്നിട്ട് തന്നെ ഫുൾ കഥയും കേട്ടു. പിന്നെ 1 മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ട് ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെ, ഇറങ്ങി പോകുന്നത് എൻ്റെ ചേട്ടാ എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിലെ മികച്ച കഥാപാത്രം എടുത്താൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് സീത എന്നൊരു ക്യാരക്ടർ ആദ്യം ചെയ്ത് ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത്. അതിൽ ആ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്, കൊല്ലണ ഇച്ഛായ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിഥി ആ സിനിമ കോവിഡ് സമയത്താണ് റിലീസായത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് 10ാം വളവിന്റെ തിരക്കഥയാണ് ഏറ്റവും ഇഷ്ടമാണ്. അതിലൊരു ഇമോഷൻ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഒന്ന് ഇവരുടെ ഫാമിലി ഇമോഷൻ പ്ലസ് ഇന്ദ്രേട്ടനും സുരാട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇമോഷൻ ഉണ്ട്. അതായത് അയാളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കിടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇയാൾ ചാടിപ്പോകുന്നതാണ്, അയാൾക്ക് ഭാര്യ എടുത്ത് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇയാളുടെ കഥ അറിയുമ്പോൾ ഇയാളുടെ മകള് മരിച്ചതിന്റെ റിവെഞ്ച് എടുക്കാൻ മതി. ഈ ഒരു ഇമോഷണൽ ബാലൻസിങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അഭിലാഷിന്റെ എഴുത്തിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇമോഷൻസിനാണ്. ചേച്ചി ഏറ്റവും പ്രയാസം കരയിപ്പിക്കാനാണ് സിനിമ കാണിച്ചിട്ട്. നമുക്ക് ചിലപ്പോൾ ചിരിപ്പിക്കാൻ പറ്റും, പേടിപ്പിക്കാൻ പറ്റും, കരയിപ്പിക്കാന്ന് തന്നെ ഉള്ളിൽ തട്ടിയാൽ മാത്രമേ ഒരാൾ കരയത്തുള്ളൂ. ഇതൊക്കെ ഇപ്പൊ ചെയ്ത പക്ക കൊമേഴ്ഷ്യൽ ആയിട്ട് കൂട്ടിക്കോളൂ. അല്ലാതെ ഇപ്പം അഭിലാഷ് ഒരു പടം എഴുതുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ്ലി ഇമോഷൻ ബേസ്, അതായത് ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ പഴയ ഒരു ആകാശദൂത് അതങ്ങനത്തെ സിനിമ ഞാൻ ഓൾറെഡി ഒരു തിരക്കഥ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇമോഷണലാ, ഫുൾ ഓൺ ഇമോഷനാണ്. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ അതിന് എന്റർടൈൻമെന്റ് വാല്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ സിനിമയുടെ ഒരു സമയം കഴിഞ്ഞാൽ ടിൽ ക്ലൈമാക്സ് വരെയും നമ്മൾ ആ സിനിമയുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന കരഞ്ഞുകൊണ്ടായിരിക്കും. ഇറങ്ങി പോകുമ്പോഴും നമുക്ക് ഉള്ളിലൊരു വിഷമത്തോടെ ഇറങ്ങി പോകുന്ന ഒരു സിനിമയായിരിക്കും അത്. അപ്പൊ അത് എന്തെങ്കിലും ഞാനത് ചെയ്യും. ഒന്നെങ്കിൽ അത് ആർക്കും അല്ല അത് ആരും അത് അങ്ങനെ ഒരു അത്രയും ഇമോഷണൽ സിനിമ ഇന്നത്തെ കാലത്ത് ഓടുമെന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റില്ല. ഒരു സമയത്ത് ഞാനത് പ്രൊഡ്യൂസ് ഞാൻ തന്നെ സംവിധാനം ചെയ്യും. എനിക്കത് അല്ല ആ കഥ ഓൾറെഡി ഇവിടത്തെ പല സംവിധായകർക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ ചെറിയ അതൊരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ് ആണെന്ന് തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിൽ ഹീറോയുണ്ട്. പക്ഷെ ഹീറോയിൻസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൂടുതൽ. ആക്ച്വലി ഇപ്പത്തെ എല്ലാരും നായികമാരും ഈ ഞാൻ ഉൾപ്പെടെ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കഥകൾ ഒത്തിരി കുറവാ. പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാം. അത് സംഭവിക്കും, അത് തീർച്ചയായിട്ടും സിനിമ സംഭവിക്കും. ഞാൻ എന്റെ ആദ്യമായി എഴുതിയ കഥയിൽ ഒന്നാണ് അത് സംഭവിച്ചിരിക്കും. Let's cook with love.